നഗരത്തിൽ സപ്ലൈ ചെയിൻ നടക്കുന്നത് വിശ്വയുടെ കൈകളിൽ കൂടിയാണ്. അയാൾ ആൾക്കാർക്കിടയിൽ ഒരു ഡ്രൈവർ മാത്രമാണ്. നോക്കിക്കൊടുക്കണം. ഇപ്പൊ പഴയ പോലെയല്ല, പോലീസ് ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിശ്വ മാത്രമായിരിക്കില്ലല്ലോ ഈ നെറ്റ്വർക്ക്, വേറെയും ആൾക്കാരുണ്ടാവുമല്ലോ. സാധാരണ എന്നാൽ അസാധാരണ ഏജന്റ്. വിശ്വയുടെ ഭാര്യ കനകമ്മ കോളേജ് ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാകുന്ന തൊഴിലാണ്. പക്ഷെ ബാക്കി സാറിനോട് പറയണ്ടല്ലോ. കനക എനിക്ക് കിട്ടിയേ പറ്റൂ. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന. നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്. നാളെ തരാം. റോണി, വെള്ള പൊടി വരാറായോടാ. നാളെ വരും. ചോറ്റുപാത്രത്തിൽ കൊടുത്തുവിടാം. ഇപ്പൊ നിൽക്കണ്ട. ഹലോ, എന്റെ ജീപ്പ് ഇവിടെ എത്തിയോ? കുറച്ചു പേരെ പോയി ഒന്ന് നേരിട്ട് പരിചയപ്പെടാനുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. സാർ എടുക്കുന്ന കേസ് ക്ലിയർ ആക്കിയേ പോകുന്നറിയാം. കമ്മീഷണറുടെ കഴപ്പ് തീർത്തു കൊടുക്കാം. റോഷി കൂടി വരട്ടെ. ശിവ, തീയോട് കളിക്കുമ്പോൾ കരിക്കട്ടയാകാതെ നോക്കണം. അതുകൊണ്ട് അവനെ അവന്റെ വഴിക്ക് തന്നെ എടുക്കണം. ഹലോ, റോഷി പറഞ്ഞോ? അതെ, കമ്മീഷണറാണ്. ഞാൻ ഹിസ്റ്ററിയൊക്കെ ചകഞ്ഞ് അവനെ പറ്റി ഒന്നും കിട്ടില്ല. ഓക്കെ.